ഉം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാല്ലേ. നമ്മള് എത്രയായി നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് അറിയോ നിങ്ങൾക്ക്? പ്രീ ഫീൽ ടോക്ക് ഒക്കെ ആയിട്ട് ഉം കുറച്ചു കാലായില്ലേ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മള് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോരോ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയരുത്, ജസ്റ്റ് എന്താ പറയാ, നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അല്ലെ. അപ്പോ ഇന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് എന്നാണ്. ഈ മൾട്ടി ടാസ്കിങ് എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മള് ഒരു സമയത്ത് തന്നെ ഒരുപാട് ജോലികളിൽ, രണ്ടിലധികം ഉം, ഒന്നല്ലാത്ത മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നതിനെയാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയാം. നമ്മള് അത് ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ. ഒരുപാട് ജോലികൾ ഒരുമിച്ച് ഒരേ സമയം അറ്റ് എ ടൈം ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടാണോ ഫീൽ ചെയ്യല്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടാണോ ഫീൽ ചെയ്യല്? നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഒരു ഒരുമിച്ച് രണ്ട് ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടാണോ ഫീൽ ചെയ്യാറ്? നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിന് മറുപടി പറയാം. ഓരോരുത്തരെയും ഫീലിംഗ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാര്യങ്ങൾ പറയാം കേട്ടോ. ചിലപ്പോൾ കംഫർട്ട് ആണെന്ന് പറഞ്ഞല്ലേ ഒരാള്, ചിലപ്പോ ഡിപ്രസ്ഡ് ആണ്. അതെ, നമുക്ക് ചിലപ്പോ അത് കംഫർട്ട് ആണ്, ചിലപ്പോ അത് ബുദ്ധിമുട്ടായിട്ടും തോന്നാറുണ്ട് അല്ലെ. അപ്പൊ ഇതില് ഏതാണ് ബുദ്ധിമുട്ട്, ഏതാണ് നല്ലത്, അല്ലെങ്കിൽ നല്ലതുണ്ടോ, മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ നിലവില് ഒരു ബ്രെയിനില് നമ്മളെ നമ്മുടെ ഒരേ ടാസ്കിലേക്ക് അല്ലെങ്കിൽ ഒരേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നമ്മുടെ ഒരു സമയം ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത്. ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ബ്രെയിന്റെ ഫങ്ഷനിങ്. അപ്പോ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒരു ഫോക്കസിനെ നിയന്ത്രിക്കുന്നത്. ആ ഒരു ഭാഗം ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിലവില് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളുകൾക്ക് തോന്നുന്നത്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് എന്റെ കാര്യങ്ങൾ പോകുന്നത്, എല്ലാം അത്രയും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ്. ഒരു തോന്നുന്നത് മാത്രമാണ് അത് എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങള്, അതുപോലെ നമ്മളിൽ ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക, അതുപോലെ മറവി കൂടുക, അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോ നിലവില് പലർക്കുമുള്ള ഈ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണം, ഒരൊറ്റ കാരണം, പല കാരണങ്ങളും ഉണ്ടായിരിക്കാം, മൾട്ടി ടാസ്കിങ്ങും കൂടി ഇതിന് ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ടാസ്കിനെ റെഡ്യൂസ് ചെയ്യണം, അതിന്റെ ക്വാളിറ്റീനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ആണെങ്കിലും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, എന്റെ കുട്ടി ഇവിടുന്ന് ഓടിക്കളിക്കുന്നുണ്ടാവും, എന്റെ ശ്രദ്ധ വരുമ്പോ എന്റെ ആ ഒരു ഇത് തെറ്റിപ്പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെയാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് നമ്മൾ വേറെ ഒന്നിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു യഥാർത്ഥ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് സ്വിച്ച് സ്വിച്ചിങ് എന്നാണ് പറയാം. ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് നമ്മള് മൊബൈലിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കും അല്ലെ. നമ്മളിപ്പോ തന്നെ സൂമില് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പോയിട്ട് വാട്സപ്പില് നമ്മൾ മറുപടി കൊടുക്കാൻ ശ്രമിക്കും അല്ലെ, റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് അവിടെ എന്താണെങ്കിലും പോയി നമ്മൾ നോക്കും അല്ലെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ സ്വിച്ചിങ് എന്ന് പറഞ്ഞാല് ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തു, അടുത്ത ഭാഗം ഓപ്പൺ ചെയ്തു, ഇങ്ങനെ
ഓരോരോ കാര്യങ്ങളിലേക്കും മാറുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ മില്ലി സെക്കൻഡുകളുടെ സമയത്തിനാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് അടുത്ത ഫോൾഡർ ഓപ്പൺ ആവുന്ന ആ രീതിയിൽ ഇങ്ങനെ സംഭവിക്കൂലേ. അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പില് ഈ ഫോൾഡർ ഓണായി, പിന്നെ അടുത്ത ഫോൾഡർ ഓണായി, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഫോൾഡറിലേക്ക് ജസ്റ്റ് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നതും അതിനുശേഷം ഇത് ഓഫായി നമ്മുടെ മൈൻഡിൽ അതൊന്ന് ജസ്റ്റ് ഓഫായി ഇതിന്റെ ഇമ്പോർട്ടന്റ് കുറഞ്ഞെന്ന് തോന്നിയിട്ട് ഇതിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, വളരെ ചെറുതാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതിലും കുറവാണ്. എന്നാൽ പോലും അത് നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. സ്വിച്ചിങ് എന്നാണ് പറയും. ചിലരൊക്കെ പറയുന്ന തന്നെയുണ്ട്, മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നതിനേക്കാളും ഈ ഒരു സംഭവത്തിന് നമുക്ക് സ്വിച്ചിങ് എന്ന് പറയുന്നതായിരിക്കും വളരെ നല്ലത് എന്നാണ് പറയുന്നത്. ഒരു സംഭവത്തിനെ നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയാ, ഓരോരോ ഫയലും ഓപ്പൺ ആവുക, അടുത്ത ഫയൽ ഓപ്പൺ ആവുക, ഇതിലേക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ മാറുന്ന സമയത്ത്, ഫോക്കസ് മാറുന്ന സമയത്ത് ജസ്റ്റ് എന്താ പറയാ, ഒരു ലാഗിങ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, മെസ്സേജുകൾ നോക്കുക, അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ എത്രയോ ഫയലുകൾ ഓപ്പൺ ചെയ്ത് വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് 40% പ്രൊഡക്ടിവിറ്റി കുറയാണ് ചെയ്യുന്നത് പറയുന്നത്. നമ്മൾ ഒരേ കാര്യം ശ്രദ്ധിച്ചിരുന്ന് നല്ലപോലെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും 40% പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, 40% കുറഞ്ഞ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി ഒക്കെ നമ്മളെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മുമ്പ് നമ്മുടെ ഷബന മാം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു അല്ലെ, നമ്മള് കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ട് മാത്രമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിക്കുന്ന ഒരു മടി നമ്മുടെ കൂടെ ഉണ്ട്. അതിനു പുറമെ നമ്മൾ എഫേർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഒരു ബിഹേവിയർ ആക്കി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷന്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. 40% പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ടാസ്ക് സ്വിച്ചിങ്ങിലും ഇതേ സംഭവം തന്നെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ബ്രെയിനിലേക്ക് പല കാര്യങ്ങൾ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ നിരക്കി നിരക്കി പോവുക അല്ലെ നമ്മള്. ഇപ്പോഴൊക്കെ നമ്മുടെ ബ്രെയിനിനെ നല്ലോണം അത് ബാധിക്കുന്നുണ്ടെന്നുള്ള കാരണം, റീൽസിലൊക്കെ ആദ്യത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാല് നല്ല ഇമോഷണൽ കണ്ടന്റ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് കരഞ്ഞു വരുമ്പോഴായിരിക്കും അടുത്തത് നല്ലൊരു കല്യാണമായിരിക്കും. അതേപോലെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഇമോഷനെ അത് നല്ലോണം ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പൊ മൾട്ടി ടാസ്കിങ് എന്ന് പറയും പോലെ തന്നെ വേറൊരു പ്രശ്നമാണിത്. നമ്മളെ ഇമോഷനെ പെട്ടെന്ന് പെട്ടെന്ന് ട്രിഗർ ചെയ്യാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരേപോലെയുള്ള ഇമോഷൻസ്, ഒരേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് കിട്ടുന്ന പോലെയല്ല. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെയല്ല ഇത് സംഭവിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ബ്രെയിന് കൺഫ്യൂഷൻ ആവാണ്, ഇയാൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസിന് പിന്നീട് ഇത് കാരണമാവും. നമുക്ക് മനസ്സിലാവുന്നില്ല, ഇതൊക്കെ കോമൺ ആയി മാറിയിരിക്കുന്നു. നടന്ന് നടന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമാണെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നുമില്ല, നമ്മൾ മനസ്സിലാക്കുന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ അറ്റൻഷനെയും മെമ്മറിനെയും ഒക്കെ കുറയ്ക്കുന്ന ഇത്തരം ഒരു മൾട്ടി ടാസ്കിങ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു സമയത്ത്, എന്റെ കണക്ഷൻ കുറയുന്നുണ്ടോ, പോകുന്നുണ്ടോ, ഇല്ലല്ലോ, കേൾക്കാലോ അല്ലേ? അപ്പൊ നമ്മുടെ അറ്റൻഷൻ പോകുന്നുണ്ട്, ഇത് നമുക്ക് മനസ്സിലായില്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഡീപ്പ് തിങ്കിങ്ങിൽ ഇപ്പോ എല്ലാരും പറയുന്നാലേ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആ കാര്യത്തിനെ കുറിച്ച് സത്യമായിട്ടും എനിക്കപ്പൊ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് തന്നെ അനലൈസ് ചെയ്യാനോ അതിനെക്കുറിച്ച് ഒന്ന് ഡീപ്പ് തിങ്ക് ചെയ്യാനോ നമ്മുടെ ഒരു പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്നും ഈ ടാസ്കിങ്, നമ്മൾ എല്ലാം കൂടെ കിടന്ന് കളിക്കുന്ന ഈ പരിപാടി നമ്മളെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറ്റും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ടാസ്ക് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം ഒരു ടാസ്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്
നമ്മളെ ലോങ് ടൈമായിട്ട് നമ്മൾ ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാല് നമുക്ക് തോന്നും പെട്ടെന്ന് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയം കൊണ്ട് ഒരുപാട് ജോലി കഴിഞ്ഞല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ, ഇതൊന്ന് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്ന ഒരു കാര്യം നമ്മൾ അങ്ങനെ തീരുമാനിക്കുക, ഈ സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ആ ഒരു പണി തീർക്കാൻ, ആ ഒരു ജോലി തീർക്കാൻ നമുക്ക് എത്ര ടൈം ആവശ്യമായി എന്ന് എഴുതി വെക്കുക. പിന്നീട് നമ്മൾ അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച മറ്റേ വർക്കും ചെയ്യുക. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പിന്നെ വേറൊരു സമയത്ത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോഴുള്ള സമയം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരുമിച്ച് ചെയ്ത സമയത്തായിരിക്കും ലോങ് ടൈം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് തന്നെ നമ്മുടേതായ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരുങ്ങുന്ന സമയത്ത്, എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ കുറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ടാണെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ, ഒരുമിച്ച് ചെയ്ത് പോകുമ്പോൾ ഉള്ള ഒരു സുഖവും, പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് തീർക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത് പോകുന്ന ദിവസവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകാറില്ലേ? എടുക്കാനുള്ള സാധനം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഒരു ബാങ്കിലൊക്കെ പോവാണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഡോക്യുമെന്റ് എടുക്കാതായിരിക്കും നമ്മൾ പോയിണ്ടാവുക. ഒരുപാട് ജോലികൾക്കിടയിൽ അതും കൂടി ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അപ്പോ അതൊക്കെ നമുക്ക് ഓരോ ചെറിയ സിറ്റുവേഷൻസ് തന്നെ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ആയിട്ട് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരാനുള്ള ഒരു കാരണമാവും നമ്മൾ എഴുതുക, പഠിക്കുക, അങ്ങനത്തെ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിലാണെങ്കിൽ മെയിൻ ആയിട്ടും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അക്ഷരങ്ങളിലോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരിക്കലും മൾട്ടി ടാസ്കിങ് തിരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാനൊക്കെ തീരുമാനിച്ചാൽ ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് മൊബൈലോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു റിപ്ലൈ കൊടുക്കാൻ പോയാൽ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ചിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്വിച്ചിങ് സംഭവിക്കുന്ന സമയത്ത് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഫോൾഡർ ഓപ്പൺ ആയി, അടുത്ത ഫോൾഡർ ഓപ്പൺ ആയി, അപ്പൊ നമ്മൾ ആദ്യത്തേൽ പ്രയോറിറ്റി കുറഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മള് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവിടെ ഒരു കാര്യം തീർക്കാനുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയും കൂടി വരുന്നുണ്ട്. റിസർച്ചർ ആയിട്ടുള്ള സോഫി ലോറി എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്, ഇതിന്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. നമ്മൾ ഒരു ടാസ്ക് സ്റ്റോപ്പ് ചെയ്തു, അടുത്ത ടാസ്ക് തുടങ്ങി, അല്ലെങ്കിൽ അത് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തു, അടുത്ത തുടങ്ങി. നമ്മൾ വിചാരിക്കുന്നത് അത് പിന്നെയും ചെയ്യാലോ എന്നാണെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് അവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ പുതിയ ടാസ്കിനെ വളരെ അധികം പ്രൊഡക്റ്റീവ് അല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ഫുള്ളായിട്ട് ചെയ്ത് തീർത്ത് നമ്മൾ ഇപ്പുറത്ത് വന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവൂലേ, അത് ഫുള്ളായിട്ട് ചെയ്ത് തീർത്തിട്ടാണ് നമ്മൾ ഇപ്പുറത്ത് വന്ന് ചെയ്യുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് അല്ലെ. ഇല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ നമ്മളെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും കൂടുതലും സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ടൈമിനെ ബ്ലോക്ക് ചെയ്ത് ആദ്യത്തെ ജോലി പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ അടുത്ത ജോലി ആ രീതിയിലേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ തന്നെ മൾട്ടി ടാസ്കിങ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കോർട്ടിസോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാ പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ എല്ലാത്തിലും ഒരു ഇത് ഇട്ട് കൊടുക്കുകയാണല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവില്ലേ, ഫോണിലൊക്കെ ഒരുപാട് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചാല് സ്പീഡ് കുറയും. അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ നമ്മളെ ശരീരത്തിൽ ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാ പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് കൊഗ്നിറ്റീവ് ഓവർലോഡ് ആയിട്ട് വരും എന്നാ പറയുന്നത്. ചിന്തകളുടെ ഓവർലോഡ് വരും എന്നാ പറയുന്നത്. നമുക്ക് ഇപ്പോഴും നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ആ ഒരു വർക്കിംഗ് കപ്പാസിറ്റി ഒക്കെ കുറയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനും സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഫ്രസ്ട്രേഷൻ, ബേൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ഒന്നും കൂടി ഈ നമ്മുടെ ലൈഫിനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. ആ ഒരു സംഭവങ്ങളിലേക്ക് വരെ നമ്മളെ ഈ മൾട്ടി ടാസ്കിങ് എത്തിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ നമുക്ക് എന്താ ഈ ഫ്രസ്ട്രേഷനിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, നമ്മൾ കുറഞ്ഞ ജോലികൾ, ഒരു രണ്ടോ മൂന്നോ ജോലികൾ ചെയ്ത് തീരുമ്പോഴേക്ക് തന്നെ ഒരു ഫോഗി ഫീലിംഗ്, ഒരു കൂടുതലായിട്ട് ടയേർഡായ ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടെന്നാ പറയുന്നത്. ഇമോഷണൽ ആയിട്ടും ഒരു ഡ്രെയിനേജ് സംഭവിച്ചതുപോലെ, എന്റെ മൊത്തത്തിൽ ഞാനൊന്ന് ഡ്രെയിൻ ആയി പോയി എന്ന് തോന്നുന്നത് പോലെ തോന്നുന്ന പറയുന്നത്. നമ്മൾ ഒരുപാട് ടാസ്ക് ഒറ്റ ടൈം ചെയ്ത് ഞാൻ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാല്
അങ്ങനെ സംഭവിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്, നിങ്ങൾക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ നിങ്ങളോട് പറയാണ് 1 2 3 എണ്ണാന് 10 വരെ എണ്ണാൻ പറയാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളൊന്ന് 1 2 3 എണ്ണി നോക്കിയേ, മനസ്സിലായി? 1 2 3 4 5 അങ്ങനെ നമ്മൾ എണ്ണി. അതേസമയം ഞാൻ പറഞ്ഞു നിങ്ങൾ 10 കഴിഞ്ഞു, എന്നാ ABCD ചെല്ലാന്ന് പറഞ്ഞു. ABCD അങ്ങനെ നമ്മൾ ഒരു 10 ഒരു ഡിജിറ്റ് വരെ എണ്ണി എന്ന് ചെല്ലി എന്ന് വിചാരിക്കുക. അതിനുശേഷം ഞാൻ പറയാണ് A1 B2 C3 അങ്ങനെ. നമുക്ക് ഏതാ എളുപ്പം? 1 2 3 എണ്ണാനല്ലേ നമുക്ക് എളുപ്പം. കുറച്ച് ആലോചിക്കേണ്ടി വരുന്നില്ലേ? ഈ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മളെ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ച് അടുത്ത ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ച് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് നോക്കി അതിലേക്കൊന്ന് ശരിക്കും അങ്ങനെ നോക്കേണ്ടി വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഒരു സിംഗിൾ ടൈം ആയതുകൊണ്ട് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സ് കൊണ്ട് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ അല്ലെങ്കിലും ആലോചിക്കുന്നുണ്ട്. ആ എ അങ്ങനെയാണെങ്കിൽ അതിൽ 1, ഇതിൽ ബി ആണെങ്കിൽ അതിൽ 2, അങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും ആലോചിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് ശരിക്കും നമ്മുടെ ആ ടൈമിനെ ലാഗ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ? അങ്ങനെ ബ്രെയിനിൽ നമ്മൾ ഒരുപാട് ജോലികൾ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയാറുണ്ട് അല്ലെ, സ്ത്രീകള് മൾട്ടി ടാസ്കിങ്ങില് ബ്രില്യന്റ് ആണ് പറയാറുണ്ട് അല്ലെ? ഒരു കാര്യം കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. കാരണം നമ്മൾ മൾട്ടി ടാസ്കിങ്ങിൽ തന്നെ എപ്പോ മൾട്ടി ടാസ്കിങ് ചെയ്യാം എന്നും കൂടി പറയുന്നുണ്ട്. ഇപ്പൊ എപ്പോ മൾട്ടി ടാസ്കിങ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് കൂടെ കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് മൾട്ടി ടാസ്കിങ് ചില സമയങ്ങളിൽ ഓക്കെയാണ്. അത്തരം സമയങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെ പാത്രം കഴുകുക അല്ലെങ്കിൽ ലോണ്ട്രീസ് മടക്കി വെക്കുക, ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാട്ടോ ഒരു പോഡ്കാസ്റ്റോ ഒക്കെ കേൾക്കാം. ഉം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലാതെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഇമെയിൽ എഴുതുകയാണ്, അല്ലെ ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് തന്നെ ഒരാള് നമ്മൾക്ക് ഒരു മെസ്സേജ് അയച്ചു, അപ്പോഴേക്ക് ആ റിംഗ് ടോൺ കേൾക്കുമ്പോഴേക്ക് പോയി എടുത്ത് അത് വായിച്ച് അപ്പോഴേക്ക് ബ്രെയിൻ ആവശ്യം വരികയാണ്. ഇവിടെ ഓഫ് ചെയ്തു, അവിടെ വന്നു, പിന്നെ പിന്നെ നമ്മൾ പിന്നെ ഇമെയിലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി എവിടം വരെ ചിലപ്പോ നമുക്ക് തന്നെ മനസ്സിലാവും. ചില സമയത്ത് നമ്മൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ആദ്യം മുതൽ വായിച്ച് നോക്കേണ്ടി വരാം, പിന്നെ അവിടുന്ന് അതിന്റെ ബാക്കി ചെയ്യണമെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മൾ മാറിയ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്താലും ഒരു മിസ്റ്റേക്കും വരൂല എന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങൾക്ക് കൂടി ഒരുമിച്ച് നമുക്ക് മ്യൂസിക് കേൾക്കേ പോഡ്കാസ്റ്റ് കേൾക്കേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണെന്നൊക്കെ മനസ്സിലായി. മെമ്മറി ലോസിന് വരെ അങ്ങനെ ഒരു മെമ്മറി പ്രശ്നങ്ങൾക്ക് വരെ കാരണമാണ് ഈ മൾട്ടി ടാസ്കിങ് എന്ന് മനസ്സിലായാൽ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യണ്ടേ? അപ്പൊ അതെങ്ങനെയാ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാല് നമുക്ക് ഒന്ന് ടൈമിനെ മാനേജ് ചെയ്യാം. നമ്മളെ ടാസ്കുകളെ വെച്ചിട്ട് നമുക്ക് ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് ചെയ്യുക, ടൈം ഇത്ര സമയം കൊണ്ട് ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കും, ഇതിന് ഞാൻ ഇത്രയും ഫോക്കസ് കൊടുക്കും, ഇത്രയും ഫോക്കസ് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഇത്രയും സമയം കൂടുതൽ കൊടുക്കും. ആ രീതിയിൽ നമുക്ക് ടൈം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരേപോലത്തെ കാര്യങ്ങൾ ഒരേ ടൈമിന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നനഞ്ഞ് ചെയ്യേണ്ട കുറച്ച് ഒരു സ്ത്രീകളാണെങ്കിൽ നനഞ്ഞ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. നമ്മൾക്ക് അലക്കുക അങ്ങനത്തെ പുറത്ത് ഇറങ്ങി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരേ സമയം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി അലക്കാനൊക്കെ ഇടുകയാണെങ്കിൽ ഒരേ കാര്യത്തിന് ഒരു ദിവസം ഒരു ഡ്രസ്സ് ഉപയോഗിച്ചാൽ മതിയാവുമല്ലോ. അപ്പോഴൊക്കെ നമ്മളെ ടാസ്ക് നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരിക അല്ലെ? ടാസ്ക് ആ രീതിയിൽ നമുക്ക് ഒരേപോലത്തെ സിമിലർ ആയിട്ടുള്ള ടാസ്കുകളെ നമുക്ക് ബാച്ച് ചെയ്യുക. അതുപോലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടും അർജന്റ് ആയിട്ടും ഉള്ള കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഒരു ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സമയമൊക്കെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. ആ രീതിയിലൊക്കെ ചെയ്യാം. ഒരു കാരണവശാലും ഈ പരിപാടി ഇട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സമയങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ, കൂടുതലും മോർണിംഗ് ഒക്കെ അല്ലെ? ഇത്തരം സമയം ആ സമയത്ത് നമ്മളെ വേറെ ആരും വന്ന് വിളിക്കാനോ ഒരു ഫോൺ കോൾ വരാൻ കൂടി ചാൻസ് വളരെ കുറവാണ്.
അപ്പൊ അത്തരം സമയങ്ങൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട വർക്കുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. ഇതേപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഏകദേശ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മളെ കോർഡിനേറ്ററെയോ നമ്മളെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളാണ് നമ്മുടെ കോർഡിനേറ്റർ. അവരെയോ അല്ലെങ്കിൽ നേരിട്ടോ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്കുള്ള എൻട്രി തരുന്നതാണ്. അപ്പോൾ ഏകദേശം ഓക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. മൾട്ടി ടാസ്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സബ്ജക്ട്? നമ്മളൊക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാണോ? മാഷാഅല്ലാ, അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു. പിന്നെ ഒന്നും സംശയങ്ങളൊന്നുമില്ലേ?